ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്കാണ് മൂന്നാർ, ഇടുക്കി അടിമാലി ഭാഗത്തേക്ക്. നേരെ പോകുന്നത് കട്ടേക്കാട്. അപ്പോൾ നമുക്ക് മൂന്നാർ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആ റൂട്ടൊന്ന് പിടിക്കട്ടെ. അത്യാവശ്യം നല്ല റോഡാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു പിടി പിടിക്കട്ടെ ഫാസ്റ്റായിട്ട്. എവിടെയെങ്കിലും കാലി സ്ഥലം തപ്പിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. വേറെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു 4 മണിക്കുള്ളിൽ നേര്യമംഗലം പാലത്തിൽ എത്താൻ പറ്റുമെന്നാണ് വിചാരം. നോട്ടെ. ഇനി ഭക്ഷണം കഴിക്കട്ടെ. 2:30 കഴിഞ്ഞു. അങ്ങനെ കഴിക്കാണ്ട് ഇനി പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ 2 മണിപ്പോൾ കഴിക്കാം. ഇതിന് മേടിച്ചാണ് 35 രൂപ. ഇതാണ് ഉച്ച ഭക്ഷണം. 2 മണിപ്പോൾ കഴിക്കാം. വേസ്റ്റാണ്. കഴിച്ചിട്ടില്ല. ഭാഗത്തേക്ക് നിറയെ വേസ്റ്റാണ്. നിറയെ വേസ്റ്റ് ഇട്ടെങ്കിൽ ഈ ഭാഗത്ത്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് പോവാം, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഇതും ഓക്കെ. അപ്പോൾ ദൂരെ മലനിരകൾ കാണാം. ഏകദേശം 3 മണിയായി. ഇവിടെ സ്ഥലം അറിയില്ല. കുറച്ച് ദൂരം കൊണ്ട് പോന്നിട്ടുണ്ട്. അടിമാലി എത്തിയിട്ടില്ല. അടിമാലിയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അടിമാലി ഏകദേശം അടുക്കാറായിട്ടുണ്ട്. നാളെ മല കാണാം. വഴിയിൽ വെച്ച് വേറൊരു സൈക്ലിസ്റ്റിനെ കണ്ടപ്പോൾ പുള്ളി ചീയപ്പാറ വെള്ളച്ചാട്ടം വരെ പോകാമെന്നാണ് പുള്ളി പറയണത്. നമുക്ക് ഒരുമിച്ച് ചീയപ്പാറ വെള്ളച്ചാട്ടം വരെ പോവാം.
എന്ന് പറഞ്ഞ് ഭക്ഷണം ഓഫർ ചെയ്ത് പുള്ളി. നല്ല ഊണുണ്ട്, നമുക്ക് അവിടെ പോയി കഴിക്കാം. സൈക്കിളിന് പോകുമ്പോൾ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. പലരും ഭക്ഷണമൊക്കെ ഓഫർ ചെയ്യും. പക്ഷേ എളുപ്പമല്ല സൈക്ലിങ്ങിന് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന് അവർക്കറിയാം. സൈക്കിൾ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പക്ഷേ അറിയാം. പോരാതെ ഇതുപോലെയുള്ള ക്ലൈമ്പുകൾ കൂടുതൽ കയറണമെന്നുണ്ടെങ്കിൽ നല്ല എനർജി വേണം. ഭക്ഷണം കഴിക്കാണ്ട് കയറാൻ പറ്റില്ല. ഇപ്പോഴും ഞാനൊരു ചെറിയ ബ്രെഡ് മേണ് നിൽക്കണത്. അവിടെ ചീഞ്ഞ മണമുള്ളതുകൊണ്ട് അവിടെ നിന്ന് വിട്ടു പോകുന്നു. ഏകദേശം മലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 3 മണിയായതാണ്. എന്താ വെയിൽ കണ്ടിട്ടാണ് തോന്നുന്നത്. ഞാൻ സമയം നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെ ദൂരെ ചെറിയ ചെറിയ മലനിരകൾ കാണാം. അതിൻ്റെ അപ്പുറത്തങ്ങാണ്ടാണ് മൂന്നാറിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നോക്കിയല്ലോ. അടിമാലി ഏകദേശം ആവാറായി തോന്നണം. അങ്ങനെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നും കാണില്ല. അടിമാലി ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് നല്ലതാണ്. ഞാനൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, ഒരു കാര്യമില്ല സത്യം പറഞ്ഞ. ഇതുപോലെ ഇങ്ങനെ ധൃതി പിടിച്ച് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടണം. കടലിൻ്റെ അകത്ത് നമുക്ക് ഒരു ശബ്ദമൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. സൈക്കിളിന് സർവീസിന് കയറണം. 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫ്രീ സർവീസ് ഉണ്ട് ഡീക്കാത്തലോണിന്. അപ്പോൾ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആപ്പിൽ ബുക്ക് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ മലകൾ കാണാം. അവിടെ എന്തോ കൂവയോ ഇഞ്ചിയോ എന്തോ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൃഷിയുണ്ട്. ഇതിപ്പോൾ ഫോറസ്റ്റ് ഏരിയയാണിത്. അപ്പോൾ അങ്ങോട്ട് അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. അതിലുണ്ടോയെന്നറിയില്ല. ഓ, ആ ജീപ്പിൻ്റെ അത് എഞ്ചിൻ പുകഞ്ഞ്. അവ മലനിരകളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം. വാഹനമൊക്കെ ഇഷ്ടംപോലെ സമയം വന്നിട്ടുണ്ട്. ഇത്ര ഇഷ്ടംപോലെ ടൈം. സൈക്കിളിന് ആദ്യമായിട്ടാണ്. ഫോറസ്റ്റ് ഏരിയയാണ്. ഇന്നിപ്പോൾ ഈ സമയപ്പോൾ കണ്ടോ തിരക്കാണ്. അറിയില്ല, ഉച്ച കഴിഞ്ഞാൽ പിന്നെ തിരക്കാവും. മറ്റേത് എവിടെയെങ്കിലൊക്കെ ഇര വിഴുങ്ങിയിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരക്ക് വരും. എന്നാലും ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി പോയിട്ട് കാണാം. ഓക്കെ. ഇപ്പോൾ 3:08 വൈകിട്ട് 3 മണി കഴിഞ്ഞ് 8 മിനിറ്റായി. ഞങ്ങൾ
ഇവിടുന്ന് ഒരു 4-4.5 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നേര്യമംഗലം പാലം. അവിടുന്ന് കുറച്ചും കൂടി പോവും എന്ന് മാത്രം, ഒരു 4 മണി വരെ പോവും. റൈഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം പോവും. 4 മണിക്ക് ശേഷം തിരിച്ചു വരും. അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയയിൽ അധികം അങ്ങോട്ട് ഇപ്പം കയറുന്നില്ല രാത്രി അന്നത്തെ പോലെ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ഒരു 4.5 കിലോമീറ്റർ കൂടി പോകണം നേര്യമംഗലം പാലം. അവിടെ ചെല്ലട്ടെ. ഓക്കെ. അങ്ങനെ ദൂരെ കണ്ട പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. മണ്ണിൽ കൂടി പോകണം അത്ര ശരിയല്ല. ആണി ഉണ്ടാവും. ആണി ഉണ്ടായാൽ നമ്മൾ അറിയില്ല. മണ്ണിൽ കൂടി പോകണത് ശരിയല്ല. ഏകദേശം ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് അത്യാവശ്യം ഒരു കയറ്റം അതിനുണ്ട്. കയറ്റം ഇടയ്ക്ക് ചാട്ടം വരും. അങ്ങനെ പ്രശ്നം കയ്യിൽ പിടിക്കണുണ്ട്. ഫോറസ്റ്റ് ഏരിയയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഗ്രം കയറ്റം. ഇവിടെ ചവിട്ടാം, അല്ലാതെ നിങ്ങൾക്ക് കാണില്ല. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയായി. ഏകദേശം കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ. ഒരു 3 കിലോമീറ്റർ കൂടി പോയാൽ നേര്യമംഗലം. ഓക്കെ. അപ്പോൾ നല്ലൊരു ഉഗ്രം കയറ്റമാണത്. അപ്പം ഞങ്ങളിനി അതൊന്ന് ചവിട്ടി കയറ്റട്ടെ. ഞങ്ങൾ ആ വണ്ടി പോകണുണ്ട്, ആ വളരെ നോക്കി പോകണം. നല്ല ഉഗ്രനൊരു കയറ്റം. ഈ ചവിട്ടി കയറ്റിയാലേ ഇനി നമുക്ക് മൂന്നാർക്കൊരു പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് ചവിട്ടി കയറ്റാൻ ശ്രമിക്കട്ടെ. ഉണ്ടാവുമെന്നറിയില്ല. ഫെയിലാവണമെങ്കിൽ അപ്പോൾ പറയാം. ഓക്കെ. ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയായി. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ആ കയറ്റം ഇവിടം വരെ ചവിട്ടാൻ പറ്റുള്ളൂ. കാരണം നല്ല കയറ്റം. ഭക്ഷണം കഴിച്ചിട്ടില്ല, കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നല്ലൊരു സ്ഥലം കിട്ടിയില്ല, ഇതെല്ലാം വൃത്തികേടാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ ലെഫ്റ്റിലേക്ക് പോകണം. അങ്ങോട്ട് കയറ്റം ഉണ്ടെന്നാണ് വിചാരിക്കണത്. അതിന് കുറച്ച് ദൂരം തള്ളാം. അല്ല ചേട്ടാ, കുഴപ്പമില്ല. ഇത്ര നേരം അവനെ ബുദ്ധിമുട്ടിച്ചില്ലേ, ഇനി കുറച്ച് നേരം അവനെ ഒന്ന് സുഖിപ്പിക്കട്ടെ.